വയോധികരുടെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വയോജന പെൻഷൻ പദ്ധതി നിലവിൽ വന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുഹൃതം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. വയോജനങ്ങളുടെ സംരക്ഷണത്തിന് സർക്കാർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ബിനുമോൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഇത്തരം എല്ലാ മനുഷ്യരെയും കാണുകയാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും കൂട്ടിയോജിപ്പിക്കാൻ ഇപ്പൊ നിങ്ങൾ പരസ്പരം ഒന്ന് നോക്കുക. നമ്മുടെ പഞ്ചായത്തിൽ എത്ര മനുഷ്യരാണ് ഇതുപോലെ വ്യത്യസ്തമായ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ഇരിക്കുന്ന നമ്മളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു സംവിധാനമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഇത് മാത്രമല്ലല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ ഇവിടെ വനിതകളുടെ നേതൃത്വത്തിൽ എന്തൊരു പ്രവർത്തനങ്ങളായിരുന്നു, പരിപാടികളായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിതിനെ നമുക്ക് ഓരോരുത്തർക്കും പ്രാധാന്യമുണ്ട് എന്ന് ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു സർക്കാരിന്റെ സംവിധാനത്തെ കേരളത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കാം അല്ലേ, CM-നോട് ഇപ്പോൾ വർത്താനം പറയാൻ നമുക്ക് കേരളത്തിൽ നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മളെയൊക്കെ കേൾക്കും, നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ മുഴുവൻ അദ്ദേഹം കേൾക്കും. ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, എന്തൊക്കെ കുറവുകൾ, ആ കുറവുകളൊക്കെ കൃത്യമായി പറയാനും ആ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ചില ശരിയായ സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രുക്മിണി ഗോപി, അഡ്വക്കേറ്റ് KP ശ്രീകല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസ് കുട്ടി, വാർഡ് മെമ്പർ മുത്തു എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് ഉസനാർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഉമ്മർ ഫാറൂഖ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.